പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കിവിട്ടതിനെ തുടർന്ന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകാത്ത സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധവുമായി കർഷകർ. വരാപ്പുഴ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് ബൈക്ക് റാലി നടത്തിയാണ് പ്രതിഷേധം. സംഭവം നടന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയും സ്വീകരിച്ചില്ലെന്നുമാണ് കർഷകർ പറയുന്നത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, ബൈക്ക് റാലി എത്ര സമയമുണ്ടാകും? എന്തെല്ലാമാണ് കർഷകരുടെ ആവശ്യങ്ങൾ? സുവി 9:30 വരാപ്പുഴ പഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി കളക്ടറേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കളക്ടറേറ്റിൽ കുടിൽ കെട്ടിയ ഒരു സമരത്തിലേക്കാണ് ആദ്യഘട്ടം എന്നോണം മത്സ്യ കർഷകർ എത്തി നിൽക്കുന്നത്. ഇതിനുശേഷം ഈ നഷ്ടപരിഹാരം നൽകുക, അല്ല എന്നുണ്ടെങ്കിൽ ഈ കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുക, ഇത് ഉടൻ തന്നെ ഇതിലൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ റോഡ് ഉപരോധം അടക്കമുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ മത്സ്യ കർഷകർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കളക്ടറേറ്റിൽ എത്തി ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകർ അടക്കം ഇവിടെ എത്തി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്. എന്തായാലും ഉടൻ തന്നെ ഇവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. പലതവണ മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും MP-മാരെയും അടക്കം ഇവർ കണ്ടിരുന്നുവെങ്കിലും ഇവർക്കൊരു നടപടി അല്ലെങ്കിൽ ഒരു പരിഹാരം ഇവർക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇവരുടെ സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കർഷകർ നടത്തുന്ന പ്രതിഷേധ റാലി കളക്ടറേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഉടൻ നടപടി വേണം എന്നാണ് കർഷകരുടെ ആവശ്യം.